ബിഗ് ബോസ് സീസൺ 6-ന്റെ 45-ാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാപ്റ്റൻസി അധികാരം വന്നതോടെ ശ്രീധുവിന്റെ ക്യൂട്ട്നെസ് ഒക്കെ പോയിട്ടുണ്ട്. കുറച്ച് ടെറർ മൂഡിലാണ് ശ്രീധു ഇപ്പോൾ. രാവിലെ കട്ടം വെക്കാത്തതുകൊണ്ട് കിച്ചൺ ക്യാപ്റ്റനായ ജിൻഡോനോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നു ശ്രീധു. ജാസ്മിൻ ആണെങ്കിൽ കടുത്ത പനി, പാവം സൈഡായി പോയി. എങ്ങനെ ഉണ്ടായിരുന്ന കൊച്ച. ഗബ്രിയുടെ കൈയും പിടിച്ചോണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന ജാസ്മിനെ കണ്ടപ്പോ സത്യം പറഞ്ഞ സങ്കടം തോന്നി. കിച്ചൺ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ജിൻഡോനെ മാറ്റി അൻസിബിയെ നിയമിച്ചു ശ്രീധു. ഇതിന്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു ജിൻഡോ ശ്രീധുവിനെ ചൊറിയാൻ തുടങ്ങി. ശ്രീധു മോശമല്ല കേട്ടോ, തിരിച്ച് പറയുന്നൊക്കെ ഉണ്ട്. ശബ്ദം വരാൻ തുടങ്ങി ശ്രീധുവിന്റെ വായിൽ നിന്നും. ഇന്നലെ സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം കുറച്ച് റെഡിയായ സിബിൻ വീണ്ടും പതുക്കെ പഴയ മൂഡിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. ശ്രീരേഖയെ വിളിച്ച് സംസാരിച്ചിട്ടും സിബിൻ ഒന്നും റെഡിയായില്ല. അടുത്ത മോർണിംഗ് ടാസ്ക് ആയിരുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് നുണ പറയണം എന്നായിരുന്നു ടാസ്ക്. ഋഷി സംസാരിച്ചത് നോറയെ പറ്റിയായിരുന്നു. ഒട്ടും സംസാരിക്കാൻ അറിയാത്ത, എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി സംസാരിക്കുന്ന വ്യക്തിയാണ് നോറ എന്നാണ് ഋഷി പറഞ്ഞത്. ഗബ്രി പറഞ്ഞത് അപ്സരയെ പറ്റിയാണ്. എനിക്ക് കണ്ണെടുത്ത വ്യക്തിയാണെന്നും ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം ക്യാപ്റ്റനാണ് അപ്സര എന്നുമാണ് ഗബ്രി പറഞ്ഞത്. രശ്മിൻ പറഞ്ഞത് ജിൻഡോയെ കുറിച്ചാണ്. ഇത്രയും മനുഷ്യത്വമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ജിൻഡോയെ കുറിച്ച് രശ്മിൻ പറഞ്ഞത്. ജിൻഡോ പറഞ്ഞത് രശ്മിനെ പറ്റിയാണ്. രശ്മിൻ പുറത്തുപോയി വന്നിട്ട് ഒരു ലെറ്റർ എഴുതി ബാത്റൂമിൽ വെച്ചിട്ടുണ്ടെന്നും അത് ഞാൻ വായിച്ചിട്ടുണ്ടെന്നും അതിൽ ശ്രീധു അർജുൻ ലവ് ട്രാക്ക് സൂപ്പർ ആണെന്നും ജാസ്മിൻ ഗബ്രി കോംബോ പ്രശ്നമാണെന്നും ജിൻഡോ പറഞ്ഞു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിബിനെ വിശ്രമത്തിനായി പുറത്തേക്ക് മാറ്റി. ഒരു തിരിച്ചുവരി പ്രതീക്ഷിക്കാം. ഇപ്പുറത്തെ ജാസ്മിൻ ആണെങ്കിൽ പനിയോട് പനി. ഈ സീസൺ ആകെ അലമ്പായല്ലോ. അടുത്ത പവർ റൂം ചാലഞ്ച് ടാസ്ക് ആയിരുന്നു പവർ ടവർ. ടീമുകളായി തിരിഞ്ഞ് വൃത്താകൃതിയിലുള്ള പീസുകൾ വെച്ച് ടവർ നിർമ്മിക്കണം. അതായിരുന്നു ടാസ്ക്. ഈ ടവർ മറ്റു ടീമംഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും വേണം. നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ടാസ്കിൽ വിജയിച്ചത് ജിൻഡോ നേതൃത്വം നൽകിയ ഡെൻ ടീമായിരുന്നു. അടുത്ത വേറൊരു ടാസ്ക് ആയിരുന്നു അന്താക്ഷരി. വാക്കുകൾ വെച്ച് പാട്ടുകൾ പാടണം. സിനിമാ ഗാനം പാടരുത്, അവരവർ ഉണ്ടാക്കി പാടണം. ഇതായിരുന്നു ടാസ്ക്. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പനിയായി കിടക്കുന്ന ജാസ്മിനും ഗബ്രിയും എപ്പോഴും പോലെ അവരുടെ കലാപരിപാടികൾ തുടർന്നുണ്ടായിരുന്നു. ആകെ മൊത്തം ബോറിംഗ് എപ്പിസോഡായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.